ഹലോ സുഹൃത്തെ, എന്തൊക്കെയുണ്ട്? പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലേ? ഇപ്പം എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത് അടുത്ത എന്ത് ചെയ്യണം, എന്തെടുക്കണം, എന്ത് പ്ലാനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അങ്ങനെ പല ചോദ്യങ്ങളും എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിൻ്റെ പ്രഷറിലും സ്ട്രെസ്സിലുമാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഇന്നത്തെ വീഡിയോ 10th and 12th സ്റ്റുഡൻസിന് വേണ്ടിയാണ് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ഇവർക്കാണ് ഇപ്പോൾ ഉറക്കമില്ലാത്ത 10th സ്റ്റുഡൻസ് കഴിഞ്ഞ് ഒരു ആർട്സ് എടുക്കണം, സയൻസ് എടുക്കണം, കൊമേഴ്സ് എടുക്കണം, +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു നീണ്ട നിരയാണ്. സോ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോ എന്നതിൽ ഒരു സംശയവും വേണ്ട. സോ ഈ കരിയർ എന്ന വലിയ ടെൻഷൻ ഇന്ന് നമുക്ക് ഒഴിവാക്കാം. ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. സുഹൃത്തെ, കരിയർ ഉണ്ടാക്കുന്ന മുമ്പേ എന്താണ് കരിയർ എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ലോകത്ത് 90% ആൾക്കാർക്ക് കരിയറിനെ പറ്റി എന്താണ് സംഭവമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് പല തെറ്റായ തീരുമാനങ്ങളും എടുത്തു പോകുന്നത്. സുഹൃത്തെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കരിയർ എന്താണ്, സോ അതുവഴി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് കരിയർ അങ്ങനെ ഞാൻ പറഞ്ഞു പോകാം. സോ നിങ്ങൾക്ക് കരിയർ എന്താണെന്ന് മനസ്സിലാക്കുക, ഒരു കറക്റ്റ് കരിയർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനും സാധിക്കും. ചില ആളുകൾ പറയുന്നത് ഒരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ല കരിയർ ആവുമെന്ന്. പക്ഷേ ഈ നല്ല ജോലി എന്നത് ഏതാണ്? പെർഫെക്റ്റ് ജോബ് ഏതാണ് ഒരു നല്ല ജോലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോട്ടെ, ചിലവരുടെ കണ്ണിൽ കരിയർ എന്ന് പറയുന്നത് ഒരു നല്ല എഡ്യൂക്കേഷൻ, പെർഫെക്റ്റ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കരിയർ കിട്ടുമെന്നാണ് ബാക്കി ചിലർ ചിന്തിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ബിൽ ഗേറ്റ്സിനെ പോലുള്ള, സ്റ്റീവ് ജോബ്സ്, മാർക്ക് സുക്കർബർഗ്, ഇവർക്കൊന്നും ഒരു കോളേജ് ഡിഗ്രിയും ഇല്ല. പക്ഷേ ഇവരുണ്ടാക്കിയ ഒരു റെവല്യൂഷൻ വലുതായിരുന്നു. സോ പ്രോപ്പർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് കരിയർ ആവാൻ സാധ്യതയില്ല. സുഹൃത്തെ, എന്ന് പറഞ്ഞ് ഞാൻ എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. വേറൊരു സർവേ നടന്നിട്ടുണ്ട്, അതിനകത്ത് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ബില്യനേഴ്സ് ഹാവ് കോളേജ് ഡിഗ്രി. അതെ, ലോകത്തിലുള്ള മിക്ക ബില്യനേഴ്സിനും ഒരു കോളേജ് ഡിഗ്രി ഉണ്ട്. സുഹൃത്തെ, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് എംവേഴ്സിറ്റിയാണ്. സുഹൃത്തെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. സോ ഇവിടെ എംവേഴ്സിറ്റി ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയറിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് എംവേഴ്സിറ്റി ഒരു ഓപ്ഷനാണ്. സുഹൃത്തെ, ഇവർ ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് MLT, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അനസ്തേഷ്യ, എമർജൻസി ആൻഡ് ട്രോമ കെയർ, ഡയാലിസിസ് ടെക്നോളജി, അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിനകത്ത് കയറണമെങ്കിൽ നാഷണൽ ലെവൽ എക്സാംസ് ഒന്നും ക്രാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ +2 പാസ്സാണോ, ഏത് സ്ട്രീമോ ആയിക്കോട്ടെ, നിങ്ങൾ +2 പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കയറാനുള്ള എലിജിബിലിറ്റി ആയി. സുഹൃത്തെ, അത് മാത്രമല്ല വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് എംവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിന്. ഇതിന് ഉറപ്പായിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് സ്റ്റൈഫൻഡ് കിട്ടും. NAC A+ ഗ്രേഡഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നിന്നായിരിക്കും ഇവർക്ക് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എംവേഴ്സിറ്റി സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നീറ്റ് സ്കോർ +2ൻ്റെ പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. എംവേഴ്സിറ്റിക്ക് ഇന്ത്യയിൽ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ കൊച്ചി ഒരു സെൻറ്ററാണ്. സോ സുഹൃത്തെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അനസ്തേഷ്യ, ഡയാലിസിസ്, MLT ഇങ്ങനത്തെ കോഴ്സസിനോട് താല്പര്യമുണ്ടെങ്കിൽ എംവേഴ്സിറ്റി ഒരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ സുഹൃത്തെ, ഇനി ഞാൻ കാര്യത്തിലോട്ട് വരാം, ഇമ്പോർട്ടൻറ്റ് ഭാഗത്തിലോട്ട് വരാം. എന്താണ് കരിയർ, എങ്ങനെ നമുക്കൊരു കരിയർ ഡിസൈഡ് ചെയ്യാം, എങ്ങനെയാണ് നമുക്കൊരു പെർഫെക്റ്റ് കരിയർ ചൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിനെക്കുറിച്ചെല്ലാം ഇനി സംസാരിക്കാം. സുഹൃത്തെ, കരിയർ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ജേർണി ഡിസ്റ്റൈൻഡ് ടുവേർഡ്സ് ദ വേൾഡ് ഓഫ് വർക്ക്. അതായത് ഇതൊരു വർക്കാണ്. എന്ത് വർക്ക് നമുക്കിഷ്ടം, നമുക്ക് സന്തോഷം തരും, നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു വർക്കാണ് ഇവിടെ കരിയർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി ചെറിയൊരു ഉദാഹരണം തരാം. സുഹൃത്തെ, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യം സെർവ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. സോ അതാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത്. അത് ചെയ്താൽ എനിക്ക് സന്തോഷം കിട്ടും. സോ അതാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട വഴിയാണ് ആർമി, നേവി, എയർഫോഴ്സ്. സുഹൃത്തെ, ഇനി ഇതല്ല, എനിക്ക് വേറെയാണ് താല്പര്യം. എനിക്ക് ടെക്നോളജി, വേൾഡ് ചേഞ്ച് ചെയ്യണം, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പുതിയ സോഫ്റ്റ്വെയർ, അങ്ങനെ പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജീസിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട പാത്താണ് എഞ്ചിനീയറിംഗ്, BTech എന്ന് പറയുന്ന കോഴ്സ്. ഇനി ഇതല്ല, എനിക്ക് മനുഷ്യരെ ശുശ്രൂഷിക്കണം, ഹെൽപ്പ് ചെയ്യണം, ഹെൽത്തിനെ പറ്റി പഠിക്കണമെങ്കിൽ നിങ്ങൾ തിരിയേണ്ടത് മെഡിക്കൽ ഫീൽഡിലോട്ടാണ്. MBBS മാത്രമല്ല, വേറെ ഒരുപാട് കോഴ്സുകളുണ്ട്. നഴ്സിംഗ്, റേഡിയോളജി, പാരാമെഡിക്കൽ കോഴ്സസ്. അവിടെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് നോക്കി പോവുക. സുഹൃത്തെ, ഞാൻ ഈ ലിസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ ഒരുപാട് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടോപ്പ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഏതൊക്കെ ജോലിയിലോട്ട് പോവാം എന്നതിനെ പറ്റി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ +2 കഴിഞ്ഞവർ
ആ ജോലികളെല്ലാം ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഏതൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റി, ഏതൊക്കെ കോഴ്സ് എടുക്കുക, അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെന്തി ആയി പോവും, അതുകൊണ്ട് മാത്രമാണ്. സോ ഇത് ചെക്ക് ചെയ്യുക. സോ ഇതിനകത്ത് ഏതാണ് താല്പര്യമുള്ളതെന്ന് 10th സ്റ്റുഡൻസും കണ്ടുപിടിക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യുക. ആർട്സ് വേണോ, സയൻസ് വേണോ, കൊമേഴ്സ് വേണോ. എനിക്ക് പറയാനുള്ളത് മെയിൻ ഉദ്ദേശം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ താല്പര്യം കണ്ടുപിടിക്കുക. ചിലപ്പോൾ അതിനകത്ത് സാലറി, മണി, ഇങ്ങനെ പലവരും പല രീതിക്ക് സെർച്ച് ചെയ്യുന്നവരാണ്. ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ജോലി ഏതൊക്കെയാണ്, സ്കോപ്പ്, അങ്ങനെയൊക്കെ തപ്പിപ്പോണ്ട ആവശ്യമേ ഇല്ല. ഏതാണ് എനിക്ക് താല്പര്യം, എന്താണ് എൻ്റെ താല്പര്യം, ഏതിൽ ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അതാദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ പറ്റിയുള്ള കോഴ്സുകൾ സെർച്ച് ചെയ്യുക. ഈ വീഡിയോയുടെ ഐഡിയ ചെറുതാണെങ്കിലും നിങ്ങൾക്കിത് പിന്നീട് മനസ്സിലാവും. ഇതിൻ്റെ വില, നമ്മുടെ താല്പര്യം, നമ്മുടെ ബലങ്ങളിലൊന്നും വർക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എന്തുമാത്രമാണെന്ന്. ഞാൻ പലവരെയും കണ്ടിട്ടുണ്ട് +2 ബയോളജി സയൻസ് എടുത്തിട്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നവർ. എന്തിനാണെന്നറിയില്ല, ബയോളജി പഠിച്ചിട്ട് പിന്നെ കമ്പ്യൂട്ടർ. എന്നാൽ അവർക്ക് നേരത്തെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചിന്തിക്കാമായിരുന്നു എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമെന്ന്. എന്നാൽ +2 കഴിഞ്ഞിട്ട് എളുപ്പം ബയോളജി പഠിച്ച +2കാരന് എളുപ്പം കമ്പ്യൂട്ടറിലേക്ക് സ്നേഹം തോന്നുന്നു. എന്താണെന്നറിയില്ല, ബാക്കിയുള്ളവരുടെ ഫോഴ്സും പ്രഷറിലും പലവരും പലരുടെയും താല്പര്യങ്ങൾ മാറ്റുന്നു. എന്താണ് നിങ്ങളുടെ താല്പര്യമെന്ന് ആദ്യം കണ്ടുപിടിക്കുക, അതിൽ വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും അതിൽ എല്ലാ രീതിയിലുള്ള സക്സസ്സും കിട്ടും. ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. സോ ഫസ്റ്റ് കണ്ടുപിടിക്കുക, നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. സോ സുഹൃത്തെ, ഇന്നത്തെ വീഡിയോയിലെ പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിൽ വർക്ക് ചെയ്യുക, അതിലെന്തായാലും വിജയം ഉണ്ടാവും. സോ സുഹൃത്തെ, ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ചാനൽ ചെക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സുഹൃത്തെ, താങ്ക് യു. കീപ് സപ്പോർട്ടിങ്. സബ്സ്ക്രൈബ്.